നമസ്കാരം. കൊല്ലം ജില്ലയിലെ കുന്നത്തൂരാണ് ഞാനിപ്പോൾ ഉള്ളത്. കുന്നത്തൂർ പാലത്തിന് സമീപം ഒരു ബിൽഡിംഗ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ബിൽഡിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം BJPയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. കാരണം കുന്നത്തൂർ പാലത്തിന്റെ നിർമ്മാണം അല്ലെങ്കിൽ അതിന്റെ ഒരു പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഇത്തരത്തിൽ ഈ ഒരു ബിൽഡിംഗ് ഇവിടെ ഉയർന്നു വരുന്നത് തീർത്തും അശാസ്ത്രീയമാണ്. അപകടകരമായ രീതിയിലാണ് പാലം ഇപ്പോൾ തന്നെ സ്ഥിതി ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ബിൽഡിങ്ങിന്റെ ആവശ്യം എന്താണ്, ആരാണ് ഈ ബിൽഡിങ്ങിന്റെ ഉത്തരവാദികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇന്നത്തെ പത്രം കണ്ട രീതി മനസ്സിലാക്കിയത് ഈ ഓപ്പണർ ഓഡിറ്റോറിയം നിർമ്മിക്കാൻ MLAയുടെ ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചതായി ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയാണ് ഞങ്ങൾക്ക് ആകെ അറിയാവുന്ന ഇതിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു വിവരം. ഇതിനകത്ത് കയറി നോക്കിയാൽ ഈ ഓഡിറ്റോറിയത്തിനകത്ത് 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഉൾപ്പെടെയാണ് ഇതിനകത്ത് നിർമ്മാണം ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടി? 2 ബെഡ്റൂം നിങ്ങൾക്ക് അകത്ത് കയറി നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിന് 2 ബെഡ്റൂമിൻ്റെ ആവശ്യമില്ല, 2 അറ്റാച്ച്ഡ് ബാത്റൂം. ഇത് ടെൻഡർ നടന്നതായിട്ട് ഞങ്ങൾക്കറിയത്തില്ല. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ നല്ല ശക്തമായ ഇടപെടലും നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നല്ല അഴിമതി നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ പാലത്തിന്റെ നിർമ്മാണവുമായിട്ട് വരുമ്പോൾ ഈ കെട്ടിടം വീണ്ടും പൊളിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം. തീർച്ചയായും ഈ കെട്ടിടം പൊളിച്ച് മാറ്റിയേ പറ്റൂ. ഒരു വർഷത്തിനകം പാലത്തിന്റെ പണി നടക്കാൻ പോവുകയാണ്. 30 ലക്ഷം രൂപ വെറുതെ കൊണ്ട് നാട്ടുകാരുടെ നികുതിപ്പണം ഉപയോഗിച്ച്, MLAയുടെ ഫണ്ടാണെങ്കിലും നികുതിപ്പണം ഉപയോഗിച്ച് പണിയുന്ന കെട്ടിടം അശാസ്ത്രീയമാണ്. ഈ പണി നിർത്തിവെക്കണം. ഇപ്പോഴും നിർമ്മാണം പുരോഗമിക്കുകയാണോ? ഇപ്പോഴും നിർമ്മാണം പുരോഗമിക്കുകയാണ്. അതിന്റെ പണികൾ വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഒരു പരിപാടി അവരുടെ ദ്രുതഗതിയിൽ ഈ പണി എത്രയും പെട്ടെന്ന് നടത്തി പൈസ അടിച്ചു മാറ്റാനുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്തോളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.